തത്തമ്മേ, എന്നാത്തിനാ കരയുന്നേ? എന്നതാ ഇത്? നമുക്ക് കണ്ടുപിടിക്കാന്നേ. കരയാതെ കരയാതെ തത്തമ്മേ, സാരമില്ല. അവരെങ്ങും പോകില്ല തത്തമ്മേ, എങ്ങും പോകില്ല. തത്തമ്മായി, വേറൊരിടമില്ല തത്തമ്മായി പോവാൻ. കയറി വരരുതെന്ന് പറയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട്. വാ മോളെ, വാ. ഇരിക്കെ. മോളെ, കുടിക്കും മോളെ, കുടിക്കേ. കുടിക്കും മോളെ. രാമകൃഷ്ണൻ, ആനി, എൻ്റെ മകനാണെങ്കിലും ഞാൻ പ്രസവിച്ചതാണെങ്കിലും കുറച്ച് നാളത്തെ പരിചയമേ എനിക്കുള്ളൂ. അതിനുള്ള യോഗമേ ഈ തത്തമ്മയ്ക്കുള്ളൂ. എന്നേക്കാൾ കൂടുതൽ അവനെ അറിയാവുന്ന ആളല്ലേ നീ. ഈ കേട്ടതൊക്കെ സത്യമാണെന്ന് കരുതുന്നുണ്ടോ? ഇത്ര ക്രൂരനാവോ തത്തമ്മയുടെ മകൻ, ബ്രഹ്മദത്ത നമ്പൂരിയുടെ മകൻ? നിനക്ക് വേണ്ടി, നിന്നെ ഭാര്യയാക്കാൻ വേണ്ടി എത്ര പാടുപെട്ടു അവൻ, എത്ര സഹിച്ചു അവൻ. അത്രയ്ക്കിഷ്ടമല്ല നിങ്ങൾ തമ്മിൽ.
എന്നിട്ട് സക്കായി മാപ്പിളയുടെ മകൾക്ക് ഇപ്പൊ ആരെയും വിശ്വാസമില്ല തത്തമ്മായി. നിങ്ങളെ ഒഴിച്ച് അപ്പം വന്ന് ഇറക്കി വിടാൻ പറഞ്ഞ പോലും ചെയ്യില്ലല്ലോ. സക്കായി മാപ്പഴം ഉണർന്നോ? എന്നാടോ വാതിലൊന്ന് തുറന്നാട്ടെ. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞു. മനസമാധാനമായിട്ടൊന്നും വ്യായാമം ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ ഇങ്ങോട്ട് കയറൂ. എടോ, ഹൃദയം പൊട്ടിച്ചാകാൻ പോകുന്ന വ്യായാമം ചെയ്ത് പേശിബലം കൂട്ടാന്ന് അറിഞ്ഞ എടോ, വത്തിക്കാനെ ഡേവിച്ചിനെയൊക്കെ വിശ്വസിപ്പിച്ചെടുക്കാൻ ഞാൻ കിടന്ന് പാടുപെടുന്നു കണ്ടോ? ഹോ, എന്നാ ഒരു അഭിനയമാ. PJ ആന്റണി തോക്കും. അവൻ വിശ്വസിച്ചോടോ? ആ, ഏറെക്കുറെ വിശ്വസിച്ച മട്ട. എന്നാലും ഡേവിച്ചനല്ലേ സക്കായി മാപ്പിളയുടെ അല്ലേ വിത്ത്. ഉപ്പോളം വരുവോടോ ഉപ്പിലിട്ടത്. അതുള്ളതാ. അടെ താനെന്നാത്തിനെ വെളുപ്പാങ്കാലത്ത് കൂവി വിളിച്ച് ഇങ്ങോട്ട് വന്നത്? അതെ, ആനി വന്നു ഇന്നലെ രാത്രിയിൽ. തത്തമ്മായി മാത്രമേ ആശ്രയമുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ ഭയന്നിട്ടാ. അപ്പൊ ആനിയും വന്നോ? എടോ വത്തിക്കാനെ, ദേവിച്ചനെ പോലെ തന്നെ ആനിയും എനിക്ക് രണ്ടും ഉഗ്രൻ ജന്മശത്രുക്കൾ. അപ്പൊ പിന്നെ ഡേവിച്ചൻ മാത്രമായിട്ട് എന്നാത്തിനായി ഈ പാപങ്ങളുടെ കുരിശുമക്കുന്നത്? വേണ്ട സമയത്ത് ഇരകൾ താനെ വന്ന് വീണുകൊള്ളും മുന്നിൽ. സഖിച്ചൻ വള്ളിനിക്കറിട്ട് നടക്കുന്ന കാലം മുതൽ താൻ കാണുന്നതല്ലടോ. ആ, അതുള്ളതാ. ആ, അല്ല, എന്നതാ ഉദ്ദേശം? മലയക്കുന്നേൽ ആനിയുടെയും കൂടി പേരിൽ എഴുതി വയ്ക്കാൻ? താനും മോശമില്ലാത്തൊരു സഹനടനല്ലോടൂ. ഒരു കാര്യം ചെയ്യ്, ഡേവിച്ചനെ വിളിച്ചുണർത്തി അവൻ്റെ പേരിൽ മലയക്കുന്നേൽ എഴുതി കൊടുക്കാനുള്ള ഏർപ്പാട് ഉടനെ അങ്ങ് നടത്താൻ പോകുക എന്ന് പറ. അല്ലെങ്കിൽ അപ്പനെങ്ങനെ ചത്തുപോയല്ലോ. താൻ ചെല്ല്. അല്ല, ഡേവിച്ചന് വിശ്വാസമായി കാണുമല്ലോ. അല്ലെങ്കിൽ വിശ്വസിപ്പിക്കണം. അടുത്ത 1-2 അംഗത്തിൽ. പണ്ട് പള്ളിപ്പറമ്പിൽ നമ്മളൊരു നാടകം കണ്ട ഓർമ്മയുണ്ടോ എനിക്ക്? 10-26 വയസ്സുള്ളപ്പോഴാ. നാട് മുഴുവൻ കട്ടുമുടിക്കുന്ന കിരാതനായൊരു കള്ളൻ, കുഞ്ഞോനാച്ചൻ, ഒരു കര മുഴുവൻ തല്ലിക്കൊല്ലാൻ നടക്കുക ഇയാളെ. ഒടുവിൽ അയാൾക്ക് കുഷ്ഠരോഗമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കര മുഴുവൻ നിന്ന് കരഞ്ഞ ഓർമ്മയുണ്ടോ എനിക്ക്? ആ നാടകം തന്നെയാണല്ലോ ജീവിതം. മൂക്കി പല്ല് കിളർത്തല്ലോടോ. താൻ ഇനി എന്നാ ഇതൊക്കെ മനസ്സിലാക്കാൻ പോകുന്നേ? അതുള്ളതാ. എന്നാ ചെന്നാട്ട്. ഓ, ഡേവിച്ചോ, ഈ ആഴ്ച എന്നതെങ്കിലും പരിപാടിയുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പൻ. എന്നത്തിനാ? എന്നാത്തിനാണെന്ന് പറഞ്ഞില്ല. സ്ഥലം ഡേവിച്ചന്റെ പേരിൽ എഴുതാൻ. അല്ല, അതിന് ഡേവിച്ചൻ വേണമെന്നില്ലല്ലോ. ഇനിയിപ്പോ ആശുപത്രി കൂട്ടിന് ഞാൻ പോരാന്നാണോ? അങ്ങനെ വരാൻ വഴിയില്ല. ആരെയും അറിയിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നതായാലും മലയക്കുന്നേൽ കൊട്ടാരം ഉടനെ ഡേവിച്ചന്റെ പേരിലേക്ക് എഴുതാൻ തീരുമാനിച്ചു പുള്ളിക്കാരൻ. അപ്പനെ ഏത് ഡോക്ടറെ കാണിച്ചത്? അക്കാര്യങ്ങളൊന്നും പുറത്തു പറയരുതെന്നാ കൽപ്പന. ഡേവിച്ചനോട് ഇത്രയെങ്കിലും പറഞ്ഞത് പാപബോധം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ. മരുന്നും മന്ത്രവും ഒന്നും വേണ്ടെന്നാ പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അത് മാത്രം മതിയെന്ന്. എത്രയായാലും ഉശിരി വിടത്തില്ലല്ലോ.
പിന്നെ നമുക്ക് ആലോചിക്കാന്നേ. എന്നതായാലും പ്രമാണം എഴുതാൻ പറഞ്ഞിരിക്കുക രാവിലെ. കൊടുക്കട്ടെ. എനിക്കിപ്പോ വലുത് ഇതൊന്നും അല്ല എത്തിക്കാനേ. ആനി എവിടെയാണെന്ന് പോലും അറിയാതിരിക്കുമ്പോഴാ. അയ്യോ, അതറിഞ്ഞില്ലയോ? ആനി എത്തി. ആ, ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതുകൂടി അറിഞ്ഞപ്പോഴല്ലേ പ്രമാണത്തിന്റെ കാര്യം വേഗമാകട്ടെ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞത്. ആനി? ആ, ഉള്ളതാ. തത്തമ്മയുടെ അടുത്തുണ്ട്. ആ, മോളെന്താ ഇവിടെ മാറി നിൽക്കുന്നേ? ആനിന്റെ അടുത്തേക്ക് ചെല്ല്. എന്താ, ആനിന്റെ പേടിയാണോ നിനക്ക്? അതിന് നീ എന്ത് തെറ്റാ ചെയ്തേ? ആനി, പിന്നെയും പിന്നെയും തത്തമ്മയുടെ പ്രതിരൂപം ആവുകയാണല്ലോ നീ. മകൻ ജനിക്കുന്നതിന് മുൻപ് ഭർത്താവിനെ നഷ്ടപ്പെട്ടവള ഈ തത്തമ്മ. ജനിച്ച അന്ന് കുഞ്ഞിനെ. എന്നിട്ടും ഈ തത്തമ്മായി ജീവിച്ചില്ലേ? ഇങ്ങനെ തളർന്നിരിക്കുകയല്ലേ വേണ്ടത്. കുളിച്ച് റെഡിയാകും മോളെ. കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കണം. ആരുടെ പേരില തത്തമ്മായി? ആർക്കയുടെ പേരിലോ? അതോ ഇവളുടെ പേരിലോ? ആനി, ഇച്ഛായ, ആർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ആനി? തത്തമ്മ വിശ്വസിക്കുന്നുണ്ടോ? ഡേവിച്ചൻ എന്നെ അങ്ങനെ വിളിക്കാനുള്ള യോഗ്യതയായിട്ടില്ല. നിന്നെ വിശ്വസിച്ചൊരു പെണ്ണുണ്ട്. ആദ്യം അവളെ വിളിച്ചോണ്ട് വാ. ആനി, വേഗം കുളിച്ച് റെഡിയാവും. വാ മോളെ. ആനി, ആർക്കത് ചെയ്യില്ല. ഡേവിച്ചിന്റെ പെങ്ങളോട് ഇഷ്ടം തോന്നിയപ്പോ ആദ്യം അത് എന്നോട് തന്നെ പറഞ്ഞവൻ ആർക്കെ. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന സിറ്റുവേഷൻ വന്നപ്പോ ജീവിതം വരെ വേണമെന്ന് വെച്ചവൻ അവനത് ചെയ്യില്ല. ചെയ്യില്ല നീ. ആരൊക്കെ വിശ്വസിച്ചാലും ഞാനിത് വിശ്വസിക്കില്ല. എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടല്ല ആനി. ഇതിൽ വേറെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും നീ ഇങ്ങോട്ട് തന്നെ വന്നല്ലോ, അത് മതി. ടേക്ക് കെയർ. വിളിക്കാതെ തന്നെ നീ ഇപ്പൊ കയറി വന്നല്ലോ ഈ മുറിയിൽ. സന്തോഷമായി അപ്പന്, സന്തോഷമായി. സന്തോഷമായിടാ. നമുക്ക് എവിടെ പോയി എങ്ങനെ ട്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ.
അപ്പനെല്ലാം വിശദമായിട്ട് പറ. ദേവിച്ച, നിന്റെ നാവെന്ന് ഇങ്ങനെ ഒരിറ്റ് സ്നേഹം വീണല്ലോ. അത് മതി ഈ അപ്പന്. അല്ലാതെ മരുന്നും ചികിത്സയും കണ്ണി കണ്ടവന്റെ സ്നേഹവും സഹാനുഭൂതിയും ഒന്നും ഈ ശരീരത്തിനും മനസ്സിനും വേണ്ടടാ. ചത്താലും ചമഞ്ഞു കിടക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ അപ്പന്. കാടും മലയും കയറി ഊശ്വരോടെ ജീവിച്ചവരാടാ ഈ മലയ്ക്കുന്നക്കാര്. ആ പാരമ്പര്യമുള്ളൂ. എന്നാ കണ്ണം തിരിവ് കാണിച്ചാലും നിന്റെ വല്യപ്പൻ ചാക്കോച്ചി മാപ്പിളയും ഈ അപ്പനും ആ ഊശ്വര് കൈവിട്ടിട്ടില്ല. പിന്നാണോ രോഗം. ഡേവിച്ച, എനിക്ക് ബാക്കി ജനിച്ചവരെല്ലാം പാവങ്ങളാ. മലയക്കുന്നേൽക്കാരുടെ ഊശ്വര് കിട്ടിയിട്ടുള്ളത് നിനക്ക് മാത്ര. അതുകൊണ്ടാ മലയക്കുന്നേൽ തറവാടിൻ്റെ അവകാശിയായി നീ തന്നെ വേണമെന്ന് ഈ അപ്പം കൊതിക്കുന്നു. പ്രമാണങ്ങൾ എഴുതാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഈ മുറി, ഈ കസേരയിൽ നീ കാണുന്നു. അപ്പ എന്നടാ? ആനിയുടെ കുഞ്ഞ് ആ കുഞ്ഞിനെ അപ്പൻ ഒരിക്കൽ ശ്രമിച്ചു. അത് ആ കാലം പൊറുക്കാൻ പറയണം അവളോട്. ഇപ്പോഴത്തെ കാര്യത്തിൽ നമ്മൾ കേട്ടത് തന്നെയായിരിക്കും സത്യം. തത്തമ്മയുടെ മകൻ. അവനെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവന്റെ കുഞ്ഞല്ലല്ലോ. ഇനിയും കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടരണം. പിന്നെ ആനിയോടും അപ്പൻ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഈ തറവാട്ടിൽ നീ ജീവിക്കുമ്പോൾ ഇവിടെ അവൾക്കും വേണമൊരിടം. അങ്ങനെ എഴുതിക്കോട്ടെ ഈ അപ്പൻ. പക്ഷേ അപ്പൻ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ആനി അറിയരുത്. ഉശിരോടെ ചത്തു കിടക്കണം അപ്പന്. ആ ഉശിര് നീയും കാണിക്കണം. തത്തമ്മായി, അപ്പം വരുന്നുണ്ട്. എന്നെ ഇറക്കി വിടാനായിരിക്കും. അപ്പനെ എതിർത്ത് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അതിനുള്ള ശക്തിയില്ല. ആരെ വിശ്വസിച്ചിട്ടാ ഞാൻ? തൽക്കാലം ഒരു ജോലി കിട്ടുന്നത് വരെ അതിന് സമ്മതിക്കില്ല തത്തമ്മ.